ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി കല്യാണം കൂടാൻ വേണ്ടി കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കല്യാണം എവിടെയാണെന്നല്ലേ? നമ്മുടെ കോട്ടയത്തിനപ്പുറത്ത് ഞീഴൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കല്യാണം നടക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞീഴൂർ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല പച്ചപ്പും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വലിയൊരു സന്തോഷം എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞങ്ങൾ UK നമ്മുടെ സൗത്ത് വെയിൽസിൽ സ്വാൻസി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ സ്വാൻസിയിൽ നിന്നും കല്യാണം കൂടാൻ വേണ്ടി കുറേ കൂട്ടുകാരുടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒക്കെ കാണാമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പോരാത്തതിന് ഇന്നത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മുടെ 2 കുട്ടികളും നമ്മുടെ സ്വാൻസിയിൽ തന്നെ ഉള്ളവരാണ്. ഒരുപാട് നാളുകളായിട്ട് അവരെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മുടെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ തീർന്നതിന് ശേഷം റിസപ്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് തൊട്ടടുത്തൊരു ഹാളിലായിരുന്നു കേട്ടോ. അത് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആയിരുന്നു. ഒന്നും പറയാൻ വാക്കുകളില്ല. ആര് ചെയ്താലും അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചടങ്ങുകളൂടെ കാണാം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എങ്കിലും പലതും ഞാൻ ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. കൊച്ചു കൊച്ചു ക്ലിപ്പുകൾ മാത്രം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Today we all are here to celebrate this wonderful because our dearest Napal and Alka has decided to become two body. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Today's sizzling stars, Mr. Snapper John and Mrs. Alka Abraham, ladies and gentlemen. കൈകൾ ചേർത്ത് പിടിച്ച് എന്ന് പറഞ്ഞ അമേസിംഗ് കപ്പിളാണ് സ്നാപകിന്റെ പപ്പയും അമ്മയും. വൺസ് അഗൈൻ നമ്മുടെ അങ്കിളിനെ മാറ്റിക്കും. നല്ലൊരു കൈയടി എല്ലാവരും ചേർന്നിട്ട്. Beautiful. Thank you so much, ladies and gentlemen. With a thunder round of applause, let's welcome our dearest Abraham uncle and Blessy auntie. Make some noise to welcome our dearest Abraham uncle and Blessy auntie to this beautiful stage. Yes, Alkയുടെ family members on the cheer in a big shout out to our dearest uncle auntie. എല്ലാവിധ ആശംസകളും അറിയിക്കാം. A big round of applause, ladies and gentlemen. മണവാട്ടിക്ക് വാഴ പിടിക്കട്ടെ. മണവാട്ടിക്ക് വാഴ പിടിക്കട്ടെ. അപ്പൂനും അമ്മൂനും വാഴ പിടിക്കട്ടെ. ഒന്നാണ് എന്ന് അനുസ്മരിക്കുകയാണ്. പാലും പഴവും നൽകുന്നതിന്
വെള്ളിയും മുളകും ഉപയോഗിച്ച് ശുദ്ധിയാക്കേണ്ടതുണ്ട്. വായ ശുദ്ധിയാക്കിയ ശേഷമാണ് വധൂവരന്മാർക്ക് പാലും പഴവും നൽകുന്ന ചടങ്ങ് വേദിയിൽ നടക്കുന്നത്. വധുവിന്റെ അമ്മാശനയുടെ സ്നേഹത്തോടെ വേദിയിലെ ഭാഗമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മനവാട്ടിക്കും കച്ചറാകട്ടെ. മണവാളിനും മണവാട്ടിക്കും കച്ച നൽകട്ടെ. ആഭരണനും ആൾക്കാർക്കും കച്ച നൽകട്ടെ. വരന്റെ മാതാവ് വധുവിനെയും പിന്നീട് വധുവിന്റെ മാതാവ് വരനെയും മാലയിട്ടുകൊണ്ട് ദൈവം തങ്ങളുടെ കുടുംബത്തിലേക്ക് സമ്മാനിച്ച തങ്ങളുടെ പുതിയ മക്കളെ തങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന തങ്ങളുടെ കുടുംബത്തിന്റെ സ്വന്തമായി സ്വീകരിക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ നടക്കുക. സെർമണി രണ്ടുപേർക്കും നൽകാൻ സ്നാപം രണ്ടുപേർക്കും മുന്നോട്ട് നിൽക്കാം. ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അവരോടൊന്ന് ചേർന്ന് നിൽക്കാം. സ്നാപകന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പോവാണ്. ക്യൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ആന്റി പുറകിൽ നിന്ന് കയറി വരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ ക്യൂട്ട് എന്നൊന്നും തുടർന്നുള്ള ഈ പരസ്പരം പങ്കുവെച്ച് പരസ്പരം വിരുന്നിനെ ക്ഷണിക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ നടക്കുക. വധൂവരന്മാർ ഏറ്റവും പ്രിയപ്പെട്ട അമ്മാച്ചന്മാരെ ഏറെ സ്നേഹത്തോടെ കൂടുതലൂടെ കൈമാറേണ്ടതും ഏറ്റുവാങ്ങേണ്ടതുമായ വേദിയിലേക്ക് ഭാഗമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഏറ്റവും ആദരപൂർവ്വം വിരുന്ന് സൽക്കാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന്റെ സൂചകമായി നിർവഹിക്കുന്ന ചടങ്ങാണ് കൂടുതലൂടെ കൈമാറുന്ന ചടങ്ങ്.
തൊഴിൽ പരസ്പരം പങ്കുവെച്ച് പരസ്പരം വിരുദ്ധരം ക്ഷണിക്കുന്ന മനോഹരമായ ചടങ്ങാണ് വേദിയിൽ വിടപെടുന്നത്. ോടെ ബിരുദ സൽക്കാരം ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളേവരെയും സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുന്നതായി ഭാഗമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും നേരം എല്ലാവരുടെയും കണ്ണുകൾ ആ സ്റ്റേജിലേക്കായിരുന്നു. അപ്പോൾ എന്തായാലും സ്നാപകനും അതുപോലെ നമ്മുടെ അൽക്കയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും ഈ ഒരു സമയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ഒന്ന് മിണ്ടാനും ഒക്കെ ഒരു സമയം കിട്ടിയ കേട്ടോ. കാരണം ഇത്ര നേരം എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിലായിരുന്നല്ലോ. നമ്മുടെ ഒരുപാട് സ്വാൻസിയിൽ നിന്നുള്ള നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് കുറച്ച് പേരെയൊക്കെ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഞാൻ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും എൻ്റെ അടുത്തുണ്ടോ എന്ന്. അവരെയൊക്കെ ഞാൻ ഇതിനകത്ത് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ പേരെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അവരോടെല്ലാം ക്ഷമ പറയുന്നത്. എനിക്ക് എല്ലാവരും ഇതിൽ വേണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട അതിൻ്റെ സ്റ്റൂ ഒന്നും പറയാൻ വാക്കില്ല. അത്രയ്ക്കും ടേസ്റ്റി സ്റ്റൂ എല്ലാം നല്ലത് തന്നെയായിരുന്നു കേട്ടോ. എല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് സ്റ്റൂ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സ്വാൻസി കൂട്ടുകാരാണ് കേട്ടോ. എല്ലാവരും തന്നെ ഇവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്തായാലും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ചേച്ചി നല്ല നിറഞ്ഞ പുഞ്ചിരിയുമായി ഇരിക്കുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ എല്ലാവരുടെ മുഖത്ത് വളരെ സന്തോഷമായിരുന്നു. ഇവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സ്വാൻസി കൂട്ടുകാരാണ് കേട്ടോ. വൈപ്പോലെ വാങ്ങിക്കട്ടെ, വൈപ്പോലെ വാങ്ങിച്ചേക്കട്ടെ കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റേജിലെ പരിപാടികളൊക്കെ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. കാരണം ഇവർക്ക് ഒരുപാട് പരിപാടികളുണ്ടല്ലോ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റി. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. എല്ലാവരോടുമുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ പരിപാടികളുടെ ഇടയിൽ നമുക്കും വേണ്ടേ ഫാമിലി ചിത്രങ്ങൾ. അതുകൊണ്ട് സമയമില്ലാത്ത സമയത്ത് ഞങ്ങളും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കിട്ടിയ സമയത്ത് 1-2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ അൽക്കയ്ക്കും സ്നാപകനും എല്ലാവിധ ആശംസകളും. ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതട്ടെ. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായി ഉടൻ തന്നെ കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.